ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് 100 പ്ലസ് ഓർ മൈനസ് 0.2 സെന്റിമീറ്റർ സ്ക്വയർ ദെൻ ദ സൈഡ് ഓഫ് ദി സ്ക്വയർ ഈസ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എടാ ഒന്നുമില്ല, ഒരു സ്ക്വയറിനെ തൽക്കാലം ഞാൻ ഇവിടെ വരച്ച്, ഈ സ്ക്വയർ ഇത് എല്, ഇത് എല്, ഇത് എല്, ഇത് എല്, ഇതെല്ലായിരിക്കും. കാരണം 4 സൈഡും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ നമുക്കറിയാം, എ ഈക്വൽ ടു എന്താണ്, എൽ സ്ക്വയർ ആണ്. ആ ഏരിയ ആണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടത്. ആ ഏരിയന്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ടടാ, 100 പ്ലസ് ഓർ മൈനസ് 0.2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 4 ഓപ്ഷനിൽ ഏതായിരിക്കും ഈ സ്ക്വയറിന്റെ സൈഡ് എന്നാണ് ക്വസ്റ്റ്യൻ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്, ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്നത് അല്ലേ. അങ്ങനെയാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഈ ഏരിയന്റെ പെർസെൻറ്റേജർ ഒന്ന് കണ്ടുപിടിച്ചു കൊടുക്കുകയാണ്. പെർസെൻറ്റേജർ ഇൻ ഏരിയ നോക്കണേ. ഇതാണ് മീൻ ആബ്സല്യൂട്ട് എറർ, ഇതാണ് മീൻ വാല്യൂ. സോ 0.2 ഡിവൈഡ് ബൈ 100 ഇൻറ്റു പെർസെൻറ്റേജർ കാണിക്കാൻ വേണ്ടിയിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 100ഉം കട്ട് ചെയ്ത് പോയടാ ഏരിയന്റെ പെർസെൻറ്റേജർ എത്രയാ, 0.2 ആണ്. 0.2 ആണ് അല്ലേ. ഏരിയന്റെ എക്സ്പ്രഷൻ ഇതാണ്, എ ഈക്വൽ ടു എൽ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജർ ഇൻ ഏരിയ ഈക്വൽ ടു നോക്കണേ 2 ഇൻറ്റു പെർസെൻറ്റേജർ ഇൻ എന്താണ്, ലെങ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജർ ഇൻ ലെങ്ത് ഈക്വൽ ടു പെർസെൻറ്റേജർ ഇൻ ഏരിയ ഡിവൈഡ് ബൈ 2 ആണ്. പെർസെൻറ്റേജർ ഇൻ ഏരിയ തന്നിട്ടുണ്ട് 0.2 ആണ്. 0.2 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു പെർസെൻറ്റേജർ ഇൻ ലെങ്ത് ആണ്. 0.2 ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാൽ എത്രയാ, 0.1 ആണ് അല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലായി ലെങ്ത്തിൽ 0.1 പെർസെൻറ്റേജർ വേണടാ. അപ്പൊ 4 ഓപ്ഷനും 1 by 1 ആയിട്ട് ചെക്ക് ചെയ്താൽ ആൻസർ കിട്ടും അല്ലേ. ഫസ്റ്റ് ഓപ്ഷൻ എത്രയാ, 10 പ്ലസ് ഓർ മൈനസ് 0.1 ആണ്. അത് ശരിയായി വരികയാണെങ്കിൽ അതിന്റെ പെർസെൻറ്റേജർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുകയാണ്. 0.1 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 100, 0 കട്ട്, 0.1 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ എത്രയായിട്ട് മാറും, 1% ആയിട്ട് മാറും. അത് തെറ്റല്ലേ. നമുക്ക് എത്ര കിട്ടണം, 0.1 കിട്ടണം. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്താടാ, റോങ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോവാണ്. രണ്ടാമത്തെ ഓപ്ഷനിൽ നോക്കിയടാ 10 പ്ലസ് ഓർ മൈനസ് 0.01 ആണ് അല്ലേ. 10 പ്ലസ് ഓർ മൈനസ് 0.01 അത് നോക്കി നോക്കാം. 0.01 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 100 ആണ്. ഇവിടുത്തെ ഒരു സീറോയും കട്ടായടാ. 0.01 ഒരു കുട്ടിക്ക് വേണമെങ്കിൽ 1 by 100 നേതാ ഇൻറ്റു എന്താണ്, 10 ആണ്. 0 കട്ടായി. അപ്പൊ എന്തായിട്ട് മാറി, 1 by 10 ആണ്. 1 by 10 മീൻസ് എത്രയാ, 0.1 അല്ലേ. അതല്ലേ നമുക്ക് കിട്ടണ്ടേ. ലെങ്ത്തിന്റെ പെർസെൻറ്റേജർ 0.1 കിട്ടണം. അങ്ങനെ വരുന്ന ഒരു ഓപ്ഷൻ ഏതേയുള്ളൂ, ഓപ്ഷൻ നമ്പർ ബി ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ബി അല്ലേ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ബി ആണ്. ഇനി അടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ അല്ലേ, ഇതേപോലെ നമ്മൾ സോൾവ് ചെയ്താണ്. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്യാപിറ്റൽ പി ഈസ് എക്സ്പ്രസ്ഡ് ബൈ പി ഈക്വൽ ടു നോക്കണേ, റൂട്ട് ഓഫ് എ ബി സി സ്ക്വയർ ഡിവൈഡ് ബൈ ഡി ക്യൂബ് ഇ റൈസ് ടു 1/3. ഡി ക്യൂബ് ഇ റൈസ് ടു 1/3 ആണ് അല്ലെ. ഡി ക്യൂബ് ഇ റൈസ് ടു 1/3. നോക്കണേ, എ കോമ ബി സി ഡി ആൻഡ് ഇ സെപ്പറേറ്റ്ലി വിത്ത് ദ പെർസെൻറ്റേജർ ഓഫ് 2%, 3%, 2%, 1% ആൻഡ് 6%. അതായത് ഒന്നുമില്ലടാ, എന്റെ പെർസെൻറ്റേജർ എത്രയാ, എത്രയാടാ, നോക്കി നോക്ക്, 2 ആണ്. 2. ബിയിലാണെങ്കിലോ എത്രയാ, 3 ആണ്. സിയിലാണെങ്കിൽ 2 ആണ്. ഡിയിലാണെങ്കിലോ 1 ആണ്. ആൻഡ് ഫൈനലി ഇയിലാണെങ്കിൽ എത്രയാ, 6 ആണ്. നോക്കണേ, ഇനി പവർ മാറ്റി എഴുതാൻ പോവാണ്. എടാ എല്ലാത്തിനും പവർ ആയിട്ട് ഒരു റൂട്ട് ഉണ്ട്. അപ്പൊ ഇതിനെ മാറ്റുന്ന ഏതാണ്ടോളെ, റൂട്ട് എന്ന് വെച്ചാൽ 1/2 ആണ്. അപ്പൊ എക്ക് പവർ എത്രയായിട്ട് മാറിയടാ, 1/2 ആണ്. ബിക്കും പവർ എത്രയായിട്ട് മാറിയടാ, 1/2 ആണ്. സിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അവിടെ സിക്ക് ഓൾറെഡി 2 ഉണ്ട്. അതിന്റെ കൂടെയാണ് ആര് വരുന്നത്, 1/2 വരുന്നത്. അപ്പൊ 2 1/2 എന്തായി പോകും, കട്ട് ചെയ്ത് പോകും. സിന്റെ പവർ എന്തായിട്ട് മാറും, 1 ആയിട്ട് മാറും. ഡിവൈഡഡ് ബൈ അടിയിൽ നോക്കണേ, ടി ക്യൂബും ഇ റൈസ് ടു 1/3. ഇപ്പൊ നോക്കിക്കോ, പിന്റെ എക്സ്പ്രഷൻ എങ്ങനെയായിട്ട് മാറി, എ റൈസ് ടു 1/2
ബി റൈസ് ടു 1/2. സീനെ ശ്രദ്ധിക്കണേ, 1/2 2 എന്തായിപ്പോടാ കട്ട് ചെയ്ത് പോയി, അവസാനം എന്തായിട്ട് മാറി, സീന്റെ പവർ 1 ആയിട്ട് മാറി. സീന്റെ പവർ 1 ആയിട്ട് മാറി, സി റൈസ് ടു 1 ഡിവൈഡ് ബൈ ഡി ക്യൂബ് ഇ റൈസ് ടു 1/2. എങ്ങനെയാണ് പിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചോ? ചോദ്യം എന്താ? ചോദ്യം മിനിമം എമൗണ്ട് ഓഫ് എറർ ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ മെഷർമെന്റ് ഓഫ്. ഏറ്റവും കുറച്ച് എറർ ആരാ കൊടുക്കുന്നതെന്നാണ് നോക്കുന്നത്. ഞാൻ എന്റെ എറർ മാത്രം നോക്കി. എന്റെ പവർ 1/2 പെർസെൻറ്റേജ് എത്രയാ? 2 ആണ്. അപ്പൊ എ കൊടുക്കുന്ന പെർസെൻറ്റേജ് 1/2 × 2 എന്ന് പറയുമ്പോൾ എത്രയാ? 1% ആണ് അല്ലേ? ഇനി ഞാൻ ആര്യത്ത് പോവാ നമ്മള് ബിന്റെ അടുത്തേക്ക് പോവാ. ബിന്റെ പവർ എത്രയാണ്? 1/2 ആണ്. ബി കൊടുക്കുന്ന എത്രയാ? 3 ആണ്. അപ്പൊ 3/2. എന്തായാലും ബി വരൂല എന്ന് മനസ്സിലായി. കാരണം എന്താ? എ അതിനേക്കാളും കുറവാണ്. ഞാൻ ആര്യത്ത് പോയി സീൻ്റെ അടുത്തേക്ക് പോയി. സീൻ്റെ അടുത്ത് നോക്കുമ്പോൾ സീൻ്റെത് 2 ആണ്. സീൻ്റെ പവർ എത്രയാ? 1 ആണ്. അപ്പോൾ സീൻ്റെ കേസിലാണെങ്കിൽ 2 × 1 എന്ന് വരും. എത്രയാ? 2 ആണ്. അതും വരൂല. കാരണം എന്താ? സി ഓപ്ഷനേ ഇല്ല. കാരണം എന്റെ വാല്യൂ ഏറ്റവും കുറവായിട്ട് നമുക്ക് 1 ഇപ്പോൾ ഓൾറെഡി കയ്യിലുണ്ട്. 1നേക്കാളും ചെറുത് ഏതെങ്കിലും വരുമോ എന്നാണ് നോക്കാൻ പോകുന്നത് അല്ലേ? ഇനി അടുത്ത സി നോക്കി ഡി ആണ്. ഡിന്റെ ഇത് എത്രയാ? 1 ആണ്, പവർ 3 ആണ്. സോ 1 × 3 എന്ന് വെച്ചാൽ 3 വരും. അപ്പൊ ഡിയും വരൂല. ഇനി അവസാനം ഈ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ 6 ആണ്, പവർ 1/3 ആണ്. സോ 1/3 × 6 എന്ന് പറയുമ്പോൾ 2 ആയിട്ട് മാറും. അതും വരൂല. സോ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ബി, എ ആണ്. എ ആണ് അവിടെ മിനിമം എമൗണ്ട് ഓഫ് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? എറർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കാരണം എ എന്നുള്ള വേരിയബിൾ കാരണം അവിടെ പോസിബിൾ ആകുന്ന എറർ എത്രയേ ഉള്ളൂ? 1% മാത്രമേ ഉള്ളൂ അല്ലേ? എ റൈസ് ടു 1/2 വരുന്നതുകൊണ്ട് എ കാരണം അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടോട്ടൽ എറർ എത്രയാ? 1% ഉള്ളൂ. സോ മിനിമം എറർ ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ എ ആണ്. ഇനി വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, അതിൽ മൊത്തത്തിൽ എറർ എത്രയാണെന്ന് ചോദിക്കാം. ഓക്കെ, അത് വേണമെങ്കിൽ അതും കണ്ടുപിടിക്കാം അല്ലേ? പി സി ഈക്വൽ ടു നോക്കിയേ, നമ്മൾ അവസാനം മാറ്റിയത് എന്തായിരുന്നു? പി സി ഈക്വൽ ടു എ റൈസ് ടു 1/2 ബി റൈസ് ടു 1/2 സി അല്ലേ? എ റൈസ് ടു 1/2 ബി റൈസ് ടു 1/2 സി റൈസ് ടു 1 ഡി ക്യൂബ് ആയിരുന്നു. ഡി ക്യൂബ് ഇ റൈസ് ടു 1/3. നോക്കണേ, പിയിലെ ടോട്ടൽ എറർ കണ്ടുപിടിക്കുകയാണ് അല്ലേ? എ കാരണം നമുക്കറിയാം എ ബി സി ഇ ഓരോരുത്തരും കാരണമുള്ള എറർ ഇവിടെ ഇതിലേക്കാണ്. എ കാരണം എത്രയായിരുന്നു പറഞ്ഞത്? എ കാരണം 2 3 2 1 6 അല്ലേ? 2 3 2 1 6 ഇങ്ങനെയാണ് തന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, സ്വന്തമായിട്ട് പിയിലുള്ള ടോട്ടൽ എറർ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കി. നമ്മൾ നേരത്തെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് മിനിമം എറർ ആരാ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഇനി ബൈ ചാൻസ് അടുത്ത എക്സാമിന് ഇങ്ങനെ ചോദിച്ച് ടോട്ടൽ എറർ എത്രയാണെന്ന് ചോദിച്ചാൽ നോക്കണേ. എന്റെ പവർ 1/2 × എന്റെ പെർസെൻറ്റേജ് 2 ആണ്. 1/2 × 2 പ്ലസ് ബിന്റെ പവർ 1/2 അവിടെ എത്രയാ? 3 ആണ്. പ്ലസ് സിന്റെ പവർ 1 അവിടെ എത്രയാ? 2 ആണ്. ഇനി ഡിന്റെ പവർ 3 അവിടെ എത്രയാ? 1 ആണ്. ഇനി ഇന്റെ പവർ 1/3 അവിടെ എത്രയാ? 6 ആണ്. സോൾവ് ചെയ്താൽ കിട്ടും. 1/2 × 2 1 ആണ്. 1/2 × 3 എന്ന് വെച്ചാൽ എത്രയാ? 1.5 ആണ്. 1/2 × 2 2 ആണ്. 3 × 1 3 ആണ്. 1/3 × 6 എന്ന് വെച്ചാൽ 2 ആണ്. സോ ഫൈനൽ ആൻസർ ഈസ് 3 യും 2 കൂട്ടിയ 5 7 8 9.5% ഈസ് ദി കറക്റ്റ് ആൻസർ. ടോട്ടൽ എറർ ചോദിച്ചാൽ അതാണ്. ഓക്കെ, സോ ഇവിടെ ചോദ്യം എന്തായിരുന്നു? മിനിമം പെർസെൻറ്റേജ് എറർ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ആൻസർ എത്തിയ. ടോട്ടൽ പെർസെൻറ്റേജ് എറർ ചോദിച്ചാൽ അവിടെ എത്രയാണ്? 9.5 ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. The values of two resistors are R1 is equal to 6 plus or minus 0.3 kilo ohm, R2 is equal to 10 plus or minus 0.2 kilo ohm. The percentage error in the equivalent resistance when they are connected in parallel. നമ്മളൊന്ന് ഫ്രീ ആയിട്ട് വായിച്ച് അടുത്ത മീനിങ് നോക്കി വായിക്കാം അല്ലേ? ദ വാല്യൂസ് ഓഫ് ടു റെസിസ്റ്റേഴ്സ് ആർ. ഫസ്റ്റ് റെസിസ്റ്ററിന്റെ വാല്യൂ തന്നിട്ടുണ്ടടാ. R1 is equal to നോക്കണേ 6 plus or minus 0.3 കിലോ ഓം ആണ് അല്ലേ? ഇനി സെക്കൻഡ് റെസിസ്റ്റൻസ് R2 തന്നിട്ടുണ്ടടാ. R2 is equal to നോക്കണേ. R2ന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നത് 10 plus or minus 0.2 കിലോ ഓം ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ രണ്ട് റെസിസ്റ്റേഴ്സും പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ
ഈ രണ്ട് റെസിസ്റ്റൻസും പാരലായിട്ട് കണക്ട് ചെയ്താൽ അവിടെ ഉണ്ടാവുന്ന അവിടെ പാരലൽ റെസിസ്റ്റൻസിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസിന്റെ പാരലായിട്ട് കണക്ട് ചെയ്താൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് നമുക്കറിയാം ആർ ഇക്വലന്റ് ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ആണ്. ഇങ്ങനെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ പേഴ്സൻറ്റേജ് എറർ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് R1ന്റെ പേഴ്സൻറ്റേജ് എറർ ഒന്ന് കണ്ടുപിടിച്ച് കൊടുക്കാം. R1ന്റെ പേഴ്സൻറ്റേജ് എറർ മാത്രം, R1 മാത്രമുള്ള കേസിൽ പേഴ്സൻറ്റേജ് എറർ നോക്കണേ. R1ന്റെ മീൻ വാല്യൂ 6 ആണെടാ, മീൻ ആബ്സല്യൂട്ട് എറർ 0.3 ആണ്. സോ R1ന്റെ പേഴ്സൻറ്റേജ് എറർ എന്ന് പറയുമ്പോൾ 0.3 ഡിവൈഡ് ബൈ 6 ഇൻറ്റു എന്ത് കൊടുക്കണടാ, 100 എന്ന് കൊടുക്കണം. ഇനി നോക്കണേ, 0.3 ഒരു കുട്ടിക്ക് വേണമെങ്കിൽ 3/10 എന്ന് എഴുതാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 6 അതിൻ്റെ ഡിനോമിനേറ്ററിലുണ്ട്. വീണ്ടും എന്ത് വന്നടാ, 100 എന്ന് വന്ന്. അപ്പോൾ ഇവിടുത്തെ ഒരു 0യും ഇവിടുത്തെ ഒരു 0 എന്തായി, കട്ടായി പോയി. 3ൽ 3 1 ടൈംസ്, 6ൽ 3 2 ടൈംസ്, 10ൽ 2 5 ടൈംസ്, 2ൽ 2 1 ടൈം. സോ R1ലുള്ള മാത്രം പേഴ്സൻറ്റേജ് എത്രയാണെന്ന് മനസ്സിലായടാ, 5% ആണെന്ന് മനസ്സിലായി. ഇനി ഇതേപോലെ ഇൻ ദ സെയിം വേ യു ക്യാൻ കാൽക്കുലേറ്റ് പേഴ്സൻറ്റേജ് എറർ ഇൻ R2 അല്ലേ. R1ന്റെ പേഴ്സൻറ്റേജ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. R1 എത്രയാടാ, 5% ആണ്. R1 5% ആണ്. ഇനി നോക്കണേ, ഞാൻ R2 ഏതാണ്, R2ന്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു, 10 ± 0.2 ആണ്. R2 ഈക്വൽ ടു നോക്കണേ, R2 ഈക്വൽ ടു 10 ± 0.2 ആണ്. 10 ± 0.2 ആണ്. ഇനി ശ്രദ്ധിച്ചോ, R2ന്റെ ഇതേപോലെ R2ന്റെ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്, പേഴ്സൻറ്റേജ് എറർ കണ്ടുപിടിക്കാൻ പോവാണ്. R2ന്റെ പേഴ്സൻറ്റേജ് എറർ നോക്കിക്കോ. ആദ്യം മീൻ ആബ്സല്യൂട്ട് എറർ 0.2 ഡിവൈഡഡ് ബൈ മീൻ വാല്യൂ ഇൻറ്റു എന്താണ്, 100 ആണ് അല്ലേ. ഈ 0യും കട്ടായടാ. ഇനി 0.2 ഒരു കുട്ടിക്ക് വേണമെങ്കിൽ 2/10 എന്ന് എഴുതാൻ പറ്റും. ഈ 2/10 ഇവിടെ ഒരു 10ഉം, ഈ 10ഉം കട്ടായി ആര് മാത്രമായിട്ട് മാറി, 2% ആയിട്ട് മാറി. R1ൽ 5, R2ൽ എത്രയാ, 2 ആണ്. ശ്രദ്ധിക്കണേ, ഈ എക്സ്പ്രഷനിൽ R1ന്റെയും കിട്ടി R2ന്റെയും കിട്ടി. ഇനി R1 + R2 ഇതിന് രണ്ടിനെയും കംപ്രസ് ചെയ്ത് ഒരു ടേം ആക്കി മാറ്റണം. അപ്പോൾ R1 + R2 നമ്മൾ ആദ്യം ചെയ്യണം. എന്നിട്ട് എന്താക്കണം, അതിന്റെ പേഴ്സൻറ്റേജ് എറർ എഴുതണം. R1ഉം R2 അവിടെ മൾട്ടിപ്ലിക്കേഷനുള്ള പ്രശ്നമില്ല. R1 + R2 ഉള്ളതുകൊണ്ട് ആദ്യം നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം, R1 + R2 കണ്ടുപിടിക്കണം. എന്നിട്ട് R1 + R2ന്റെ പേഴ്സൻറ്റേജ് എററും കൂടി കിട്ടിയാൽ നമ്മുടെ പ്രോബ്ലം പകുതി സോൾവ് ആയി. ഓക്കെ, ആദ്യം R1 + R2 എഴുതാൻ പോവാണ്. R1ന്റെ വാല്യൂ എത്രയാ, 6 ± 0.3 ആണ്. R2 എത്രയാ, 10 ± 0.2 ആണ്. അങ്ങനെയാണ് R1 + R2 നോക്കടാ. R1 + R2 എന്ന് പറയുമ്പോൾ 6ഉം 10ഉം കൂട്ടാ, 16 ± 0.3യും 0.2ഉം കൂട്ടാ, 0.5 ആണ്. എടാ ഒന്നുമില്ല, R1ഉം R2ഉം ആഡ് ചെയ്യുമ്പോൾ മീൻ വാല്യൂസും ആഡ് ചെയ്ത് മീൻ ആബ്സല്യൂട്ട് എററും റെസ്പെക്റ്റീവ് ആയിട്ട് എന്താക്കുക, ആഡ് ചെയ്യുക. അങ്ങനെയാണ് R1 + R2 നമുക്ക് കിട്ടിയെന്ന് നോക്കണേ. R1 + R2 എനിക്കിപ്പം കിട്ടിയത് എത്രയാ, 16 ± 0.5 ആ. ഇനി നിങ്ങൾ വേണ്ട എന്താടാ, R1 + R2ന്റെ പേഴ്സൻറ്റേജ് എറർ കണ്ടുപിടിച്ചോ, അതോടെ പ്രോബ്ലം സോൾവ് ആകും, ഉറപ്പാണ്. R1 + R2ന്റെ പേഴ്സൻറ്റേജ് എറർ ഞാൻ ഒന്ന് കണ്ടുപിടിക്കുകയാണ്. ആദ്യം മീൻ ആബ്സല്യൂട്ട് എറർ കൊടുത്ത് 0.5, അടിയിൽ എന്താണ് മീൻ വാല്യൂ 16 കൊടുത്ത് ഒരു 100ന്റെ മൾട്ടിപ്ലിക്കേഷൻ കൊടുത്ത്. ഇനി വെട്ടുന്ന നോക്കണേ, 0.5 ഒരു കുട്ടിക്ക് വേണേ 5/10 എന്ന് എഴുതാം. അവിടെ 16 ഉണ്ട്, ന്യൂമറേറ്ററിൽ ആരുണ്ട്, 100 ഉണ്ട്. ഈ 0യും കട്ടായി അല്ലേ. 10ൽ എത്ര 2 ഉണ്ട്, 5 ആണ്. 60ൽ എത്ര 2 ഉണ്ട്, 8 ആണ്. സോ 25 എന്ത് കിട്ടും, 8 എന്ന് കിട്ടും. 25/8 എന്ന് പറയുമ്പോൾ 25/8 എന്ന് പറയുമ്പോൾ എത്ര വരും, 3.125 അല്ലേ, 125. 25/8 എന്ന് വെച്ചാൽ 3.125 എന്ന് കിട്ടും അല്ലേ. 8ന് 24 ഒന്ന് ബാക്കി. ഓക്കെ, 3.125 ആയിട്ട് മാറും. അപ്പൊ ശ്രദ്ധിക്കുക, R1ൽ 5, R2ൽ 2, R1 + R2ൽ എത്രയാ, 3.125 ആണ്. നമുക്കറിയാം പാരലായിട്ട് കണക്ട് ചെയ്താൽ R ഇക്വലന്റിന്റെ എക്സ്പ്രഷൻ നോക്കണേടാ, R1 R2 ഡിവൈഡ് ബൈ R1 + R2 ആണ്
അല്ലേ? R1ന്റെ പവർ 1, R2ന്റെ പവർ 1, R1 പ്ലസ് R2ന്റെ പവർ എത്രയാടാ 1 ആണ്. അങ്ങനെ നോക്കിക്കോ, R1ന്റെ പവർ 1 ആണ്. സോ 1 ഇൻറ്റു R1ന്റെ പെർസെൻറ്റേജ് 5 ആണ് പ്ലസ് R2ന്റെ പവർ 1 ആണ്. R2ന്റെ പവർ എത്രയാ, സോറി പെർസെൻറ്റേജ് എത്രയാ 2 ആണ് പ്ലസ് R1 പ്ലസ് R2ന്റെ പവർ 1 ആണ്. അതിൽ എത്ര ഉണ്ട്? 3.125 ഉണ്ട്. സോ മൊത്തം കൂട്ടിയാൽ 10.125 എന്ന് കിട്ടും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ? സോ 10.125 ഈസ് ദി കറക്റ്റ് ആൻസർ. ഇവിടെ കുട്ടികൾ വരുത്തുന്ന മിസ്റ്റേക്ക് R1 പ്ലസ് R2നെ 2 ടേം ആക്കി എടുക്കും. R1ന്റെയും കൂട്ടും R2ന്റെയും കൂട്ടും, എന്നിട്ട് അവസാനം മൊത്തത്തിൽ എഴുതിയേക്കും 14 ആൻസർ എഴുതിയേക്കും. അത് തെറ്റാണ്. അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഇവിടെ ഇല്ല. R1 പ്ലസ് R2 എന്ന് വെച്ചാൽ ഒരൊറ്റ ടേം ആക്കി എടുക്കണം, R1 പ്ലസ് R2. കാരണം ക്വാണ്ടിറ്റീസ് ഹാവിങ് സെയിം ഡയമെൻഷൻ ക്യാൻ ബി ആഡഡ് ഓർ സബ്ട്രാക്ട് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ R1 പ്ലസ് R2 എന്ന് പറയുമ്പോൾ രണ്ടിനെയും കൂടി ചുരുക്കിയിട്ട് എന്താക്കണം, ഒരു ടേം ആക്കി എടുക്കണം. R1 സെപ്പറേറ്റ്, R1 ഇൻറ്റു R2 എന്ന് പറയുമ്പോൾ R1 ഉം R2 സെപ്പറേറ്റ് ആണ്. R1 പ്ലസ് R2 എന്ന് പറയുമ്പോൾ R1 ഉം R2 കൂടി R1 പ്ലസ് R2 ഒന്നായിട്ട് ചെയ്തിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് എടുക്കണം. അല്ലാണ്ട് R1 എടുത്ത് R2ൻ്റെ അതിൻ്റെ കൂടി കൂട്ടിയാൽ ഒരിക്കലും ശരിയാവില്ല. R1 പ്ലസ് R2 നിങ്ങൾ കൂട്ടിയൊക്കെ എനിക്ക് 7 എന്നാണ് കിട്ടുക. അത് തെറ്റാണ്. നമുക്ക് ഇവിടെ എത്രയാണ് കിട്ടുന്നത്? 3.125 ആണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതാണ് ആ പ്രോബ്ലത്തിലെ കീ പോയിന്റ്. ഓക്കെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു അനാലിസിൽ അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ, സിമ്പിളാണ് അല്ലേ? 10ാം ക്ലാസ്സിൽ, അതായത് സയൻസ് പഠിക്കാത്തവനും കൊമേഴ്സ് പഠിക്കുന്നവനും ഹ്യൂമാനിറ്റീസ് പഠിച്ചവനൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് H=I²RT. 10ാം ക്ലാസ്സിൽ പാടി പഠിപ്പിച്ച ഇക്വേഷനാണ് അല്ലേ? അക്കോർഡിംഗ് ടു ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്, ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് അല്ലേ, ഒരു വയലുണ്ടാകുന്ന ഹീറ്റിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. H= എന്താടാ? I²RT ആണ് അല്ലേ? ഇനി പറയാണ് വേർ I is current, R is resistance and T is time. നമുക്കറിയാം അല്ലേ? I കറണ്ട് ആണ്, R റെസിസ്റ്റൻസ് ആണ്, T ടൈം ആണ്. ഒരു പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല, ഇതെല്ലാവർക്കും ഫെമിലിയർ ആണ് അല്ലേ? ഇനി പറയാം ഇഫ് 6%, 3% and 1% ആർ എറർ ഇൻ I, R, T റെസ്പെക്റ്റീവ്ലി. ശ്രദ്ധിക്കണേടാ, Iന്റെ പെർസെൻറ്റേജ് എത്രയാടാ? 6 ആണ്. ഇനി ആറിന്റെ പെർസെൻറ്റേജ് ഒരു തന്ന എത്രയാടാ? 3 ആണ്. ഇനി ടീന്റെ അവർ തന്ന എത്രയാടാ? 1 ആണ് അല്ലേ? ഓക്കെ അല്ലേ? 1 ആണ്. അങ്ങനെയാണ് എച്ചിന്റെ കണ്ടുപിടിക്കാനാ പറഞ്ഞേ. ആരെ പേടിക്കാനാ? എച്ചിന്റെ കണ്ടുപിടിച്ചോ. ഈക്വൽ ടു ഐന്റെ പവർ 2 ആണ്. അതിൽ എത്ര ഉണ്ട്? 6 ഉണ്ട്. അപ്പോൾ 2 × 6 പ്ലസ് ആറിന്റെ പവർ 1 ആണ്. സോ 1 ഇൻറ്റു ആറിൽ എത്ര ഉണ്ട്? 3 ഉണ്ട് അല്ലേ? ടീന്റെ പവർ 1 ആണ്. 1 × 1. സോ 2 × 6 12 പ്ലസ് 3 plus 1 that is equal to 16. So option number B is the correct answer. Option number B is the correct answer. So error analysis ഒരു 10 പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ജെയിൻ്റെ പ്രീവിയസ് എടുത്തിട്ട് ഇനിയും എറർ അനാലിസിസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ തൽക്കാലം ഒരു 10 സോൾവ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ എന്താക്കാണ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ കുറച്ച് സിമ്പിൾ ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ജെയിൻ്റെ പ്രീവിയസിലേക്ക് പോകും. ഓക്കെ. അപ്പോൾ സോ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിലെ പ്രോബ്ലം ആയിട്ട് നമുക്ക് എന്താക്കാം, അടുത്ത സെഷനിൽ കാണാം. സോ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ എന്താക്കാം, ഒന്ന് വർക്കൗട്ട് ചെയ്യുക. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ വീണ്ടും എല്ലാ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പിലോ എവിടെയെങ്കിലും കിട്ടും അല്ലേ? ജെയ് പ്രീവിയസ് പ്രോബ്ലംസ് സെർച്ച് ചെയ്താൽ കിട്ടാത്തൊന്നുമില്ല, ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ PDF എടുക്കുക, സ്വന്തമായിട്ട് സോൾവ് ചെയ്ത് നോക്കുക. സോ നമുക്ക് എന്താക്കാം, അടുത്ത വീഡിയോ കാണാം.